ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ, അതായത് പിറ്റേ ദിവസം. അപ്പം ആദ്യത്തെ ദിവസം വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ചേട്ടന് ജോലിക്ക് പോകണം. അപ്പം പിന്നെ വലുതായിട്ടുള്ള ആർഭാടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ നേരെ ഉച്ചയാകുമ്പോൾ നമ്മളൊന്ന് ഉച്ച നമുക്ക് ഒന്ന് ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് വെച്ച് അമ്മ വന്ന് പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ കിള്ളിപ്പാലത്തുള്ള PRSൻ്റെ അടുത്തായിട്ടുള്ള നമ്മൾ അന്നപൂർണയില്ലേ, അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ ഞാൻ സദ്യ വാങ്ങിച്ചു, അമ്മയും സദ്യ വാങ്ങിച്ചു. പക്ഷേ ചേട്ടൻ ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ സദ്യേൻ്റെ വിഭവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ചാറ്, കൈപ്പക്ക വെച്ചിട്ടുള്ള എന്തോ കിച്ചടി, അതിനെന്താ പറയുക, അത് പിന്നെ തോരൻ, അവിയൽ, അങ്ങനെ ഓരോന്നോരോന്നായി വന്ന് തുടങ്ങി. എനിക്ക് ഇന്ന സദ്യ കഴിക്കണം ഉള്ളതുകൊണ്ട് അതിൻ്റെ സദ്യ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ട്രിവാൻഡ്രത്ത് 365 ദിവസവും സദ്യ ലഭിക്കുന്ന സ്ഥലത്ത് പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും അത് താങ്ങത്തില്ല, അത് നമുക്ക് കുറച്ച് ഹെവിയാണ്. അപ്പോൾ നമ്മൾ വയറൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ പോയിട്ട് വരും, ഇല്ലെങ്കിൽ ആ പൈസ വെറുതെ നഷ്ടമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും പറ്റില്ല, കഴിക്കാൻ ഫുള്ളായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ പോയിട്ട് നിന്നെ പൈസ കളയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചും ഇവിടെ പോയി, ഇവിടുത്തെ ഫുഡൊക്കെ നല്ല കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിവിടുന്ന് അപ്പോൾ ചോറ് വന്നു, പരിപ്പ് വന്നു, പപ്പടം വന്നു, സാമ്പാർ വന്നു. എനിക്കുള്ള സ്വഭാവമാണ് കേട്ടോ, അതായത് പരിപ്പ് ചോറ്, അല്പം പരിപ്പ്, അല്പം സാമ്പാർ, പപ്പടം, തോരൻ എല്ലാം കിട്ടിയ എല്ലാ വിഭവങ്ങളിലും കുറച്ച് എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് അങ്ങനെ ഒരു ആദ്യം പിടിക്കുക, അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കഴിച്ച് തുടങ്ങി. പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു ശീലമാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ അങ്ങനെ കഴിച്ചു. ഇതാ വൈദിക്ക് അമ്മ കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അറിയാമല്ലോ, വൈദ്യനെ കിട്ടിയതിൻ്റെ വേറൊന്നും വേണ്ട. അപ്പം അമ്മ എന്നെ ഏറ്റെടുത്ത്. അപ്പം എനിക്ക് കുറച്ച് റിലീഫാണ്. എപ്പോഴും നമ്മൾ കൊടുക്കുമ്പം നമുക്കൊരു ദിവസം നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കും. അപ്പോൾ സന്തോഷിൻ്റെ ബിരിയാണി എത്തി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല നാടൻ ചിക്കൻ പുരട്ടാണ്. അപ്പം അതും കൂടി കഴിച്ച് നല്ലോണം വയറൊക്കെ നിറച്ച് നമുക്ക് ഷോപ്പിങ്ങിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഫുഡിന് ശേഷം പായസം കൂടി വന്ന്, പായസം അടപ്രഥമനായിരുന്നു. ഇവിടെ എന്ത് പറയുക, ട്രിവാൻഡ്രത്ത് എന്താ പറയുക അറിയത്തില്ല, നമ്മൾ അടപ്രഥമൻ എന്ന് പറയും. അതായിരുന്നു. അതിൻ്റെ നേരെ നമ്മൾ അട്ടക്കുളങ്ങരയുള്ള പുതിയ രാമേന്ദ്രനിൽ വന്ന് അതാ വൈദ്യുണ്ട്. വൈദ്യക്കാണെങ്കിൽ ജലദോഷമൊക്കെ പിടിച്ച് സൈഡാണ്. എന്നിരുന്നാലും വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നില്ലേ, സൺഡേ മാത്രമല്ലേ നന്ദോട്ടപ്പുരം ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ അവിടെ പോയി. ഇത് അമ്മയും ഞാനും ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ രാമേന്ദ്രനിൽ എത്തിയിട്ടുള്ള വലിയ വിഷ്വൽസൊന്നുമില്ല, കാരണം വെച്ചാൽ രാമേന്ദ്രനിലുള്ള വീഡിയോസ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം വേറെ വീഡിയോസിലൊക്കെ രാമേന്ദ്ര വരും. നമ്മളെ മെയിൻ എന്താ പറയുക ഷോപ്പിംഗ് പോയിൻറ്റ് രാമേന്ദ്രയാണ്. അപ്പോൾ വേറെ സ്ഥലം എന്തായാലും ഇടും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ വൈദ്യുതി ഒരു സാധനം വാങ്ങിയിട്ട് അങ്ങ് മാറിയിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നടന്ന്, പക്ഷെ ഞാൻ അവിടെ സാധനം കിട്ടാത്തതുകൊണ്ട് നേരെ ബാക്കിൽ തന്നെ നടന്ന്. പക്ഷെ അവരെന്നെ കണ്ടില്ല. അപ്പോൾ ഞാൻ വേഗം റോഡ് ക്രോസ് ചെയ്തു. പക്ഷെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. അവർ മെല്ലനെ അങ്ങ് ലാസ്റ്റ് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തുന്നവരെ റോഡ് ക്രോസ് ചെയ്യാണ്ടിരുന്നു. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് എന്നെ കണ്ടത്. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ സാധനം വാങ്ങിച്ച് വരാൻ ലേറ്റ് ആവുമല്ലോ, പക്ഷേ ഇവർക്കായിട്ട് മുൻപേ ഞാൻ എത്തി. അവരെന്നെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തി, എൻ്റെ നമ്മളെ പുറകിലായിരുന്നല്ലോ ഇവള്, പിന്നെ എങ്ങനെ ഇവള് മുന്നിലെത്തി. സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേഗം എത്തിയതാണ്. അങ്ങനെ നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ വിചാരിച്ചു കുറച്ച് വ്യൂസൊക്കെ കാണാം. നമ്മളവിടെ അധിക സമയം രാമേന്ദ്രനില്ല, നമുക്കൊരു ചെറിയൊരു സാധനം വേണ്ടിയിട്ട് മാത്രമാണ് രാമേന്ദ്ര പോയത്. അത് കഴിഞ്ഞ് നമ്മൾ വൈദ്യ അവിടെ നിന്ന് ഒപ്പിച്ച സാധനം ഇട്ടിട്ട് എന്താ പറയുക, സ്പൈഡർമാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണെന്നുള്ളൂ. സംഭവം അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. രസമല്ലേ കറങ്ങുന്നതാണ്. അപ്പോൾ വൈദ്യ അവിടെ നിന്ന് ആ സാധനം കാണുന്നില്ല, കാക്ക കൊണ്ടുപോയി എന്ന് പറയുകയാണ് കേട്ടോ. കണ്ടേ. അങ്ങനെ നമ്മൾ കുറച്ച് കളിച്ച്, ഇതാണ് കേട്ടോ സാധനം. വേണ്ട, അതിൻ്റെ സ്പൈഡർമാൻ്റെ കാല് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ഫാൻ ഇങ്ങനെ കറങ്ങും, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് നമ്മൾ സ്വന്തം കോവളത്താണ് കേട്ടോ. നമ്മൾ ശംഖുമുഖത്ത് പോയി, പക്ഷേ ശംഖുമുഖത്ത് വേണ്ട കോവളത്ത് പോകാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ അധികം വരുന്ന ഒരു പോയിൻ്റാണ്. അപ്പം നല്ല വ്യൂ അല്ലേ, ആ തെങ്ങും ആ ഒരു സ്കൈയും നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അറിയാതെ എടുത്തതാണെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷൻ എന്നറിയാം, ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു.
അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം പോയി കേട്ടോ. കാരണം വെച്ചാൽ അവിടെ താഴെ കടലിൻ്റെ അടുത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിന് മുൻപ് നമ്മൾ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ടായിട്ടാണ് ഇട്ടത്, നന്ദുവേട്ടനും വാവയും കളിക്കുന്നൊരു വീഡിയോ. അപ്പോൾ അതിൽ നമ്മൾ താഴെ മണ്ണിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പുഴയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കടലിൻ്റെ അടുത്തൊക്കെ നമുക്ക് പോകാമായിരുന്നു. പക്ഷെ ഇപ്പം പോകാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലിങ്കസിയായിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. കണ്ടോ സ്പോട്ട് കണ്ടോ, ഈ മണ്ണ് അവിടെയായിരുന്നു നമ്മൾ മുൻപ് ഇറങ്ങിയിട്ട് എന്നിട്ട് അതിൽ കൂടി ആ കടയിലേക്ക് എത്താമായിരുന്നു. പക്ഷേ ഇപ്പം അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ആ വെയിലും കൊണ്ട് അവിടെ നിന്നിട്ട് വലിയ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നൈസായിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ വൈദിക്ക് വയ്യാത്തല്ലേ അതേ സമയം നിൽക്കണ്ട. അങ്ങനെ അവിടെ നിന്ന് വേഗം വന്ന് തിരിക്കാണ്ട് കടല് പോയിന്നാ കാര്യം പറ. അങ്ങനെ നന്ദോട്ട് ഉത്തരം മുട്ടിയിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ദാഹിച്ചതൊണ്ട് പറ്റിയാണ് നമ്മൾ ഏകദേശം ലൈമൊക്കെ കുടിക്കാം. അങ്ങനെ അവർ രണ്ടാളും വാങ്ങിക്കാൻ പോയി, ഞാൻ കൂടെ പോയിട്ടില്ല. അപ്പോൾ എനിക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ലൈമാണ് കേട്ടോ വാങ്ങിച്ചത്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വലിയ ഗ്ലാസ് അല്ലേ, നല്ല ഒരുപാടുണ്ട് കുടിക്കാനും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ്, അതായത് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എത്തുമ്പോഴേക്കും രാത്രിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞില്ല. പിറ്റേന്ന് നമ്മൾ വൈദ്യനെ കാണി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അമ്മയും മാത്രം പുറത്തു പോയി. അതിൻ്റെ പിറ്റേന്ന് അമ്മക്ക് പോകേണ്ട ദിവസമായി. അപ്പോൾ എനിക്ക് ഡ്രീം കേക്ക് കഴിക്കേണ്ട മോഹം കൊണ്ട് ഡ്രീം കേക്ക് വാങ്ങിച്ചു. അപ്പോൾ അന്നത്തെ നമ്മൾ പണി പാളിയല്ലോ, ഡ്രീം കേക്കിന് പകരം ഡ്രീം ഐസ്ക്രീമാണല്ലോ കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം തെറ്റിയില്ല, ഡ്രീം കേക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റി. സംഭവം നമ്മൾ കണ്ട പോലെ തന്നെയുള്ള സാധനം തന്നെയായിരുന്നു. മേലെ ഹാർഡ് പോർഷൻ തന്നെ പിന്നെ ക്രീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നന്ദോട്ടൻ്റെ പോകേണ്ട തിരക്കിൽ നന്ദോട്ടൻ വേഗം എടുത്ത് നന്ദോട്ടൻ കഴിച്ച് അമ്മക്ക് കൊടുത്ത് എല്ലാവരും കഴിച്ച് നന്ദോട്ടൻ വേഗം ഓടി ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നന്ദോട്ടൻ പോയി. അപ്പോൾ ബാക്കിയുള്ളത് ഞാനും അമ്മയും കഴിക്കാൻ തുടങ്ങി. ഇതുണ്ടോ ലെയർ പോർഷൻ മേലെ കുറച്ച് ഹാർഡാണ്, പിന്നീട് ചോക്ലേറ്റ് വന്ന്, പിന്നെ അതിൻ്റെ താഴെ ലൈറ്റ് ചോക്ലേറ്റും പിന്നെ വാനില, അതിനുശേഷമാണ് താഴെയാണ് കേക്ക് വരുന്നത്. സംഭവം കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ അമ്മ അതൊക്കെ കഴിച്ചിട്ട് അമ്മക്ക് ട്രെയിനിൻ്റെ ടൈമായി. ഊബറിൽ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ താഴെ എത്തിയിട്ടുണ്ട്. അമ്മ പോകുന്നത് അമ്മക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റില്ല, പക്ഷെ ആ ദിവസം പടേന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമാണ്, പോകാനും തോന്നുന്നില്ല. പക്ഷെ പോയാലേ പറ്റുള്ളൂ, നമുക്ക് ജോലിക്കൊക്കെ പോകണമല്ലോ. അങ്ങനെ ഓട്ടോ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ഊബറിലാണ് കേട്ടോ ഓട്ടോ ബുക്ക് ചെയ്ത്. അല്ലാതെ രാവിലെ ഓട്ടോ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെ അമ്മ പോയി, പോണോ വേണ്ടിയോ, പക്ഷെ പോയാലേ പറ്റൂ, ഓഫീസൊക്കെ പോകണമല്ലോ. അങ്ങനെ അമ്മ വന്ന വിശേഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായി കാണാം. അതുവരേക്കും ബൈ.